ഷ്നൈഡേഴ്സ് ലിസ്റ്റ് ഇതാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്ന സിനിമ. നിങ്ങൾ ഒരു സ്റ്റീഫൻ സ്പിൽബർഗിന്റെ ഡയറക്ഷൻ ഫാൻ ആണെങ്കിലും അല്ലെങ്കിൽ ലിയാം നീസന്റെ ഒരു ഫാൻ ആണെങ്കിലും നിങ്ങൾക്ക് മസ്റ്റായിട്ട് വാച്ച് ചെയ്യുന്നത്. ഇവർ രണ്ടുപേരും കൂടെ ഒരുമിച്ചാൽ എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞാൽ ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. സോ അത് തന്നെയാണ് ആ സിനിമയിൽ സംഭവിച്ചേക്കുന്നത്. ഷ്നൈഡേഴ്സ് ലിസ്റ്റ് 1993 മൂവിയാണ്. ഇതിനകത്ത് ഇതിന്റെ പ്രത്യേകത വെച്ചാൽ 1993 എല്ലാം കളറിലോട്ടായെങ്കിലും ഈ സിനിമ ഫുള്ളായിട്ട് ഷൂട്ട് ചെയ്തിരിക്കുന്നത് മൊത്തം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചെയ്തേക്കുന്നതിന്റെ കാര്യം എന്ന് വെച്ചാൽ ആ പഴയ തനിമ, ആ നടന്ന കാലഘട്ടം നമുക്ക് നല്ലവണ്ണം നമ്മുടെ മനസ്സിൽ പതിയാനായിട്ടായിരിക്കാം സ്റ്റീഫൻ സ്പിൽബർഗ് ഇങ്ങനൊരു കാര്യം ചെയ്തത്, വിപരീതമായിട്ട് ചെയ്തത് സത്യം പറഞ്ഞത്. കാരണം 93 നല്ല എനിക്കൊന്ന് കൊടാക് കളറൊക്കെ വന്നു കഴിഞ്ഞിട്ട് ഉള്ള സമയമാണ്. സോ എന്തായാലും ആ സിനിമയെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഇതൊരു എന്താ പറയണ്ടേ, ഒരു ബ്രിട്ടീഷ് കാലയളവിൽ അല്ലെങ്കിൽ ഇതിന്റെ കഥയെന്ന് വെച്ചാൽ ഒരു ഷ്നൈഡർ എന്ന് പറഞ്ഞൊരാള് അല്ലെങ്കിൽ ഷ്നൈഡർ എന്ന് പറഞ്ഞൊരു മുതലാളി തന്റെ ജോലിക്കാരെ എങ്ങനെയാണ് ഹിറ്റ്ലറിന്റെ, അതായത് ഈ ഷ്നൈഡറിന് ആദ്യം പുള്ളി കുറെ തട്ടിപ്പുകാരനായിട്ടൊക്കെ കാണിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ഉടായ്പനായിട്ട് കാണിക്കുന്നത്. പക്ഷെ പുള്ളിക്ക് ഒരു കമ്പനി കിട്ടുന്നു. ആ കമ്പനി കിട്ടിക്കഴിയുമ്പോഴത്തേക്കും പുള്ളിക്ക് ജോലിക്ക് വെക്കുന്നത്, ജോലിക്കാരായിട്ട് എടുക്കുന്ന മൊത്തം ഈ എന്താ പറഞ്ഞ ജൂതന്മാരെയാണ്, ജൂയിഷ് പീപ്പിളിനാണ് ജോലിക്ക് എടുക്കുന്നത്. അപ്പൊ ജൂയിഷ് പീപ്പിളിനെ അന്ന് ഹിറ്റ്ലറിന്റെ പടയാളികൾ അല്ലെങ്കിൽ പട്ടാളക്കാരൊക്കെ വേട്ടയാടുന്ന ഒരു കാലഘട്ടമാണ്. ആ കാലത്ത് ഇദ്ദേഹം തന്റെ കയ്യിലുള്ള എല്ലാം കൊടുത്ത് അല്ലെങ്കിൽ പല രീതിയിൽ ഈ തന്റെ കീഴിലുള്ള ഈ ജോലിക്കാരെ സംരക്ഷിക്കുന്നതാണ് ഈ സിനിമയുടെ മൊത്തത്തിലുള്ള ഇതിവൃത്താന്തം എന്ന് പറയേണ്ടത്. സോ ഓരോ കാര്യങ്ങളും എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഇമോഷണലി ഇതിന്റെയൊക്കെ ഒരു അവസാനത്തെ സീനൊക്കെ ഉണ്ട്. ആ ഒരു സീനൊക്കെ കണ്ടാൽ നമ്മൾ എന്തായാലും കരഞ്ഞു പോകും. ആ ഒരു രീതിയിലാണ് സിനിമ മൊത്തത്തിൽ എടുത്തു വെച്ചേക്കുന്നത്. വൺ ഓഫ് ദ മസ്റ്റ് വാച്ച് മൂവിയാണ് ഷ്നൈഡേഴ്സ് ലിസ്റ്റ്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ആമസോൺ പ്രൈമിൽ ഉണ്ടെന്ന് തോന്നുന്നു ഷ്നൈഡേഴ്സ് ലിസ്റ്റ്. എന്തായാലും നിങ്ങളൊരു എപ്പിക് ഡ്രാമ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ ഒരിക്കലും മിസ് ചെയ്യില്ലെന്ന് ഞാൻ പറയുന്ന ഒരു ഐറ്റമാണ്. ഇതിനകത്ത് ലിയാം നീസൺ ഉണ്ട്, ബെൻ കിങ്സ്ലി, പിന്നെ സ്റ്റീഫൻ സ്പിൽബർഗിന്റെ ഡയറക്ഷൻ, ബാക്കി കുറെ പേരുണ്ട്. എല്ലാവരുടെയും പേര് പറയാനായിട്ട് എനിക്ക് ഓർക്കുന്നില്ല. എന്തുകൊണ്ടും സൂപ്പറാണ്. ഇതിനകത്ത് ഒരു ഹോളോകോസ്റ്റിന് ആൾക്കാരെ ഇങ്ങനെ കൊണ്ടുപോകുമ്പോഴത്തേക്കും നമ്മുടെ ലിയാം നീസൺ ഷ്നൈഡേഴ്സ് ലിസ്റ്റിനകത്ത് ഷ്നൈഡർ അല്ലെങ്കിൽ ലിയാം നീസൺ ഓടിച്ചെന്ന് രക്ഷിക്കുന്ന സീനുണ്ട്. അവരെ കൊലപാതകത്തിനോട്ട് വിട്ടുകൊടുക്കാതെ പട്ടാളക്കാർക്ക് കൈക്കൂലിയൊക്കെ കൊടുത്ത് രക്ഷപ്പെടുന്ന സീനൊക്കെ ഉണ്ട്. അതൊക്കെ രോമാഞ്ചിഫിക്കേഷൻ, അല്ലെങ്കിൽ നമ്മൾ അന്നത്തെ കാലയളവിലോട്ട് നമ്മളായിട്ട് തന്നെ അങ്ങോട്ട് പോകുന്ന ഒരു ലെവലിലോട്ട് നമ്മൾ കണ്ട പോലെയാണ് തോന്നുന്നത്. അത്രയ്ക്ക് നമ്മളുമായിട്ട് സിങ്ക് ചെയ്യുന്ന ഒരു സിനിമയാണ് ഈ ഷ്നൈഡേഴ്സ് ലിസ്റ്റ്. സോ ഒരു എപ്പിക് ഡ്രാമ മൂവി ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ, ആ ടൈപ്പ് ജോണർ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ മസ്റ്റ് വിസിറ്റ് തന്നെ പറയും ഷ്നൈഡേഴ്സ് ലിസ്റ്റ്.